ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹിസാന. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയാണ് എൻ്റെ പ്ലസ് ടുവിൽ എനിക്ക് 96% മാർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഉപയോഗിച്ച കുറച്ച് ടെക്നിക്സും പിന്നെ കുറച്ച് സാധാരണ ഏത് ക്ലാസ്സുകാർക്കും യൂസ് ചെയ്യാവുന്ന കുറച്ച് ടിപ്സും ഒക്കെ ആയിട്ടാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇന്ന് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ വലിയ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് പോമഡോറോ ടെക്നിക്ക് എന്ന് പറയും. അതായത് നിങ്ങളൊരു 25 മിനിറ്റ് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തുടക്കമാണ്, നിങ്ങൾക്ക് 25 മിനിറ്റും പറ്റുന്നില്ലെന്നാണെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ് പഠിക്കുക, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഈ ഒരു റൂള് സാധാരണ പറയാറ് 25 മിനിറ്റ് പഠിക്കുക, അതിനുശേഷം 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. പക്ഷേ ആ ബ്രേക്ക് നിങ്ങൾ ഫോണിലേക്ക് കൊടുക്കരുത്. നിങ്ങളെ ബോഡിയും ബ്രെയിനും ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയം, അതാണ് 5 മിനിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂസ്ഫുള്ളാണ്, കാരണം നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടാനും ആ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ആ 25 മിനിറ്റ് പഠിച്ച കാര്യം നമുക്ക് ബ്രെയിനിന് കുറച്ച് പ്രോസസ്സിങ്ങിന് ടൈം കിട്ടും. അപ്പോൾ അവർക്ക് ആ ബ്രെയിൻ അതൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് പൊതുവേ ഈ ടെക്നിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ശ്രമിച്ചു. അപ്പോൾ സെക്കൻഡ് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയും. അതായത് ഇപ്പോൾ ഞാൻ 2 തരത്തിലാണ് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാറ്. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതുപോലൊരു പേപ്പർ എടുത്തിട്ട് ഇത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കും. ഇത് നിങ്ങൾ ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ കൂടുതൽ പറഞ്ഞു തരാറുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഈ ഇയറാണ് ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് 1155 മാർക്കാണ് പ്ലസ് ടുവിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കുക. അതിനുശേഷം ഞാനാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഈ സൈഡും എഴുതും, പിന്നെ ഇതും, അങ്ങനെ 4 പാർട്ടായിട്ട് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതെന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ട കാര്യങ്ങൾ, അതായത് ഒരു വലിയ ടോപ്പിക്കിലൊക്കെ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വരുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പോയിന്റ്സ് കീവേഡ്സ് കണക്കൊക്കെ ബുള്ളറ്റ് ആയിട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ബുള്ളറ്റ് ഇട്ട് എഴുതുന്നതായിരിക്കും കൂടുതൽ ഹെൽപ്ഫുൾ ആവുക. അല്ലാതെ ഇങ്ങനെ വലിച്ചു വരെ എഴുതേണ്ട. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ ബുള്ളറ്റ് ഇട്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ എഴുതി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ടെസ്റ്റിനോ മറ്റോ പോകുമ്പോൾ, ടെസ്റ്റ് പേപ്പറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇതെടുത്ത് നോക്കാം. എക്സാമിന് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നും. പിന്നെ രണ്ടാമത്തേത് 5-in-1 എന്ന് പറയുന്ന നോട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എക്സാം ടൈമൊക്കെ അടുപ്പിച്ചായപ്പോഴാണ് വാങ്ങിച്ചത്. ഇപ്പോഴും ഞാൻ ഈ നോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാം ടൈം അടുപ്പിച്ചായതുകൊണ്ട് എല്ലാം ഒന്നും ഞാൻ നോട്ട് ആക്കിയിട്ടില്ല. അപ്പോൾ ഇതിൽ ഞാൻ ഫിസിക്സിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇതുപോലെ ഇങ്ങനെ എഴുതി വെക്കാറാണ് പതിവ്. ഇങ്ങനെയാണ് ഞാൻ ഹെഡിങ് കൊടുത്തിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇങ്ങനെ എഴുതി വെക്കാറായിരുന്നു എൻ്റെ പതിവ്. ഇത് കുറച്ച് വലിയ ഷോർട്ട് നോട്ട് ആണെങ്കിൽ പറയാം, പക്ഷേ ചാപ്റ്റർ പോലെയൊന്നും ഇല്ല. ഇത് ഞാൻ ഇങ്ങനെ ലെക്ചർ നോട്ട് പോലെ പെട്ടെന്ന് ക്ലാസ്സിലിരുന്ന് ഒക്കെ എഴുതിയെടുക്കുന്നതും ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് പഠിക്കാൻ നേരത്തൊക്കെ എഴുതിയെടുക്കുന്ന നോട്ടാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടെക്നിക്ക്. മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഫെയിൻമാൻ ടെക്നിക്ക് എന്നാണ് ഇപ്പോൾ അതിൻ്റെ പേര്. അതായത് നമ്മൾ ആദ്യം ഒരു ടോപ്പിക്ക് പഠിക്കുക, അതിനുശേഷം അത് മറ്റൊരാളെ പഠിപ്പിക്കുന്നതായിട്ട് പ്രിറ്റൻഡ് ചെയ്യുക. അപ്പോൾ അതിനൊരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ നല്ലോണം പഠിച്ചാലേ നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ടീച്ചേഴ്സൊക്കെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ നമ്മളും ഒരു ടീച്ചറാവാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ വേറൊരാളുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും വെച്ച് നമ്മൾ സ്റ്റോപ്പ് ആവുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു സാധനം നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പ്. അപ്പോൾ അത് ഒന്നും കൂടി നല്ല രീതിയിൽ റിവൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും ഈ ഒരു റൂളാണെങ്കിൽ. അതായത് നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ വേറൊരാളെ പഠിപ്പിക്കുന്നതായിട്ട് ഒന്ന് പ്രിറ്റൻഡ് ചെയ്ത് നോക്കുക. ഇങ്ങനെ ഓരോ ടെക്നിക്സ് ഉപയോഗിച്ച് പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. ആക്റ്റീവ് റീകോൾ എന്ന് പറയും. അതായത് നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുക്കുന്ന ടൈമിനോ അല്ലെങ്കിൽ പഠിച്ച് കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിക്കാനായിട്ട് പോകുമ്പോഴോ നിങ്ങളൊന്ന് പഠിച്ചതൊക്കെ ഒന്ന് തിരിച്ച് വിളിക്കാൻ നോക്കുക. അതായത് ഞാനിപ്പോൾ എന്താ പഠിച്ചത്. ഞാനൊക്കെ ആണെങ്കിൽ ക്രിഞ്ചായിട്ടൊന്ന് വിചാരിക്കരുത്. ഞാനാണെങ്കിൽ പല്ലൊക്കെ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ, എക്സാമിന് പോകുന്നത് രാവിലെ പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആലോചിക്കും എന്തൊക്കെയാണ് ആ ടോപ്പിക്ക്. ഏതെങ്കിലും ടോപ്പിക്ക് മനസ്സിൽ വരുമല്ലോ, അയ്യോ ഇത് ഞാൻ പഠിച്ചു. അപ്പോൾ ഞാനതൊന്ന് ഇങ്ങനെ പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ തേക്കാറ്. അത് റീകോൾ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴും നമുക്ക് ചിലപ്പോൾ നമ്മൾ റീകോൾ ചെയ്തതായിരിക്കും ഓർമ്മ വരുന്നത്. പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ചിലപ്പോൾ ഓർമ്മ വരില്ല. ഞാൻ റീകോൾ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഡയഗ്രാംസ് എല്ലാം നിങ്ങൾ നല്ല രീതിയിലൊന്ന് ഡയഗ്രാംസിലോട്ട് നോക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരുപാട് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ പോലും റഫായിട്ടൊക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വരച്ച് നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഡയഗ്രാംസിൻ്റെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ആ ഡയഗ്രാംസ് ബ്രെയിനിൽ ഓൾറെഡി സ്റ്റോർ ആവും. ഇനി കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ഉള്ള, ഇപ്പം മാത്സ് മിക്കവർക്കും ടഫാണ്. അപ്പോൾ പ്രത്യേകിച്ച് പ്ലസ് ടുവിലെ മാത്സ് സയൻസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ടഫാണ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നിങ്ങൾക്ക് അതിന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ
ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യണം. അതായത് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു നോട്ടീസ് ബുക്ക് എന്ന് പറയുന്ന ബുക്കുണ്ട്, റഫ് ബുക്ക്, നോട്ടീസ് ബുക്ക് എന്നൊക്കെ പറയും. ആ ബുക്ക് അങ്ങ് അവിടെ ആയിപ്പോയി, ഇല്ലെങ്കിൽ ഞാൻ എടുത്തുകൊണ്ടിരുന്നേനെ. അപ്പോൾ ആ ബുക്കാണ് ഞാൻ യൂസ് ചെയ്തത്. അതാകുമ്പോൾ ഒരുപാട് പേജസും പൈസ കുറവാണ്. അപ്പം ഞാൻ അതിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒരുപാട് വർക്കൗട്ട് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായില്ല, ചെയ്തിട്ട് മനസ്സിലായില്ല, ആൻസർ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ അത് ടീച്ചേഴ്സിനോട് എന്തെങ്കിലും ചോദിക്കുക. എന്നാൽ ടീച്ചേഴ്സ് അതിൻ്റെ മെത്തേഡ് പറഞ്ഞു തരും, ഇത് ഇങ്ങനെയാണ് സ്റ്റെപ്പ് വരുന്നതെന്ന്. ആ മെത്തേഡ് മനസ്സിലാക്കി വെച്ചിട്ട് ഒരു 2-3 വട്ടവും കൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. അതായത് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ക്വസ്റ്റ്യൻ ഏതൊന്നും നിർബന്ധമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സാധനം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി അതൊക്കെ പോലെയുള്ള വിഷയങ്ങൾ, അതുപോലെ ഡെറിവേഷൻസ് വരുന്ന വിഷയങ്ങളിലെല്ലാം ഡെറിവേഷൻസ് എഴുതി തന്നെ പഠിക്കണം. അല്ലാതെ ഞാനൊക്കെ എഴുതിയാണ് പഠിച്ചത്. നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നാണെങ്കിൽ എഴുതി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം. കാര്യം നമുക്ക് എഴുതി പഠിക്കുന്നതിൽ എവിടെയെങ്കിലും ആയിരിക്കും നമുക്ക് വിട്ടുപോയാലും നമ്മൾ എഴുതി വന്നതിൻ്റെ ഓർമ്മ വെച്ചിട്ട് നമുക്ക് കിട്ടും. എനിക്ക് അങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഡെറിവേഷൻസ് എല്ലാം തന്നെ ഇങ്ങനെ എഴുതി 5-6 വട്ടം എഴുതി പഠിക്കും. പഠിച്ചു കഴിഞ്ഞ് എന്ന് വെച്ചാൽ അത് അതേപടി വിട്ടിട്ട് പോവരുത്. എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് കണ്ടിന്യൂസ്ലി റിവിഷൻ ചെയ്യണം. ഇത്ര നാൾ കഴിയുമ്പോൾ റിവിഷൻ ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ സമയം പോലെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. അപ്പോൾ റിവിഷൻ ചെയ്താലേ നമുക്കത് ഓർമ്മ നിൽക്കത്തുള്ളൂ. ഒരു വട്ടം നമ്മളെ ബ്രെയിൻ അത്രയും വലിയ കഴിവുള്ള, എൻ്റെ ബ്രെയിനൊന്നും അത്രയും വലിയ കഴിവുള്ള ഇതല്ല. ഒരു വട്ടം വായിച്ച് തന്നെ അത് മനസ്സിൽ നിൽക്കാൻ നമ്മളൊരു 10-15 വട്ടമൊക്കെ റിവിഷൻ ചെയ്താലേ, അതായത് പല സമയങ്ങളിലായിട്ട്, ഒരേ കാര്യം തന്നെ അങ്ങനെയല്ല, പല സമയങ്ങളിലായിട്ട്, പ്രത്യേകിച്ച് പാടുള്ള ടോപ്പിക്സ് ആണെങ്കിൽ ഇങ്ങനെ ഇടവിട്ട് റിവിഷൻ ചെയ്താലേ അത് തലയിൽ നിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് മറന്നു പോവും. ഇനി PYQ ക്വസ്റ്റ്യൻസ്. എനിക്ക് ട്യൂഷനിൽ ഒരു സാർ കെമിസ്ട്രിക്ക് ഉണ്ടായിരുന്നു. സാറ് നമ്മളുടെ അടുത്ത് നിർബന്ധമായിട്ടും പറയുന്ന കാര്യം PYQ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 2 ഗൈഡാണ് എൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഗൈഡ് എന്ന് പറയുന്നത്. ഇത് +2-ലേത്, ഇത് +1-ലേത്. ഈ 2 ഗൈഡ് നേരെ എല്ലാ സബ്ജക്റ്റിൻ്റെയും, ഞാൻ സയൻസ് ആയിരുന്നു, അപ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഇതുണ്ടായിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 5-6 വർഷത്തെ വീതം എല്ലാ ഇതിൻ്റെ ഉണ്ടായിരുന്നു. ഓണം, ക്രിസ്മസ്, മോഡൽ എല്ലാം അങ്ങനെ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഗൈഡ് വാങ്ങി ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ അല്ല ഗൈഡൊന്നും വാങ്ങാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് തന്നെ നമ്മളെ വിലയിരുത്തണമെങ്കിൽ നമ്മൾ തന്നെ ഒരു പരീക്ഷ എഴുതിയേ പറ്റൂ. അപ്പോൾ ഈ ഒരു ബുക്ക് എനിക്ക് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഉപകാരപ്പെട്ട ബുക്കായിരുന്നു. അപ്പോൾ ഇങ്ങനത്തേത് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് പഠിച്ചിറങ്ങിയ ചേച്ചിമാരോടൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് സംഘടിപ്പിച്ച് തരാൻ, എൻ്റെ അങ്ങനത്തെയും ക്വസ്റ്റ്യൻസ് ഇരിപ്പുണ്ട്. അപ്പോൾ അത് സംഘടിപ്പിച്ച് തരാൻ പറയുകയാണെങ്കിൽ അവർ തരുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ സംഘടിപ്പിക്കുക. എന്നിട്ട് അതനുസരിച്ച് അതിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് സാറന്മാരോട് ചോദിക്കുക. ഇനി ഒരു വലിയ ടോപ്പിക്കാണ്, ഒട്ടും തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അതൊരു വലിയ ടോപ്പിക്കാണ്, ഞാൻ ചെയ്ത കാര്യമാണ് പറഞ്ഞു തരുന്നത്. അതിനെ കുഞ്ഞു പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇതിനേക്കാൾ നല്ലൊരു വഴി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. കുഞ്ഞു പാർട്ടായിട്ട് നിങ്ങൾക്ക് പോയിന്റ് ആയിട്ട് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ഒരു കഥ പോലെ പഠിക്കുന്നെങ്കിൽ അങ്ങനെ പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് 2 പോയിന്റ് ചേർത്ത് അങ്ങനെ ആക്കുന്നെങ്കിൽ അങ്ങനെ ആക്കാം. എന്നിട്ട് ഇതിനെ ചങ്കിങ് മെത്തേഡ് എന്നാണ് പറയുക. ഇങ്ങനെ ആക്കിയതിന് ശേഷം ആ കുഞ്ഞു ടോപ്പിക്കുകൾ പഠിക്കുക. ഓരോ കുഞ്ഞു ടോപ്പിക്കും പഠിച്ചു എന്ന് ഉറപ്പാകുമ്പോൾ അതൊന്ന് കൂട്ടി ചേർത്ത് വായിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ആ ലോങ് ടോപ്പിക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും. എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ്. ഞാൻ ചെറിയ ടോപ്പിക്കും വീണ്ടും ചെറുതാക്കിയാൽ പഠിക്കുക. അപ്പം അത്രയും ഇതാക്കിയിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ഫോൺ എന്ന് പറയുന്ന സംഭവം ഇല്ലാതെ ഇപ്പോൾ പഠിത്തവും നടക്കത്തില്ല. എടുക്കുന്നത് നോട്ട് എഴുതാനാണെങ്കിലും കുറച്ച് നോട്ട് എഴുതിയിട്ട് അവിടെ വെച്ചിട്ട് പിന്നെ ഇരുന്ന് റീൽസ് കാണലാണ് എൻ്റെ പണി. കുറേ ഇങ്ങനെയുള്ള ബാക്കി നോട്ടിഫിക്കേഷൻ എല്ലാം ഓഫ് ചെയ്യുക. അതായത് നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കി വെക്കുക. ആവശ്യമുള്ളതിൻ്റെ മാത്രം ഓൺ ചെയ്തിടുക. എന്നിട്ട് ഫോൺ മാറ്റി വയ്ക്കുക. അതായത് നിങ്ങൾ ഇരിക്കുന്നതിന് ഒരു 2-3 കിലോമീറ്റർ അങ്ങ് മാറ്റി വയ്ക്കുക. ഞാനാണെങ്കിൽ അങ്ങ് ഹാളിൽ കൊണ്ട് വെച്ചിട്ട് എൻ്റെ റൂമിൽ ഇരുന്നായിരിക്കും പഠിക്കുക. മെയിനായിട്ട് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ പഠിത്തത്തിനെ. കാരണം മനസ്സിൽ പറയുക എക്സാം ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം തന്നെ നമുക്ക് അങ്ങ് തോന്നിക്കോളും. എനിക്കൊക്കെ അങ്ങനെയാണ് തോന്നിയിട്ട്, നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് എന്ത് പറയുമ്പോഴാണോ ഫോൺ വേണ്ടെന്ന് തോന്നുന്നത് നിങ്ങളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഫോൺ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. എന്നാലും ഇത് നടക്കത്തുള്ളൂ. ഇല്ല ഫോണിൻ്റെ അകത്ത് കയറി ഇരുന്ന് നടക്കില്ല. പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കൂൾ ഓഫ് ടൈം. അത് നിങ്ങൾ കൂൾ ഓഫ് ടൈം ആയിട്ട് തന്നെ എടുക്കണം. കൂൾ ഓഫ് ടൈമിന് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും വായിച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. പ്ലാനിങ് നടത്തേണ്ടതാണ്. അത് പ്ലാനിങ് എന്ന് പറയുന്നത് ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പുറത്ത് ഇരിക്കുന്നവർക്ക് അറിയാവുന്നുള്ള പ്ലാനിങ് അല്ല. അതായത് ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് അറിയത്തില്ല. അപ്പോൾ ആ ബാക്കി 4 ക്വസ്റ്റ്യൻ ആദ്യം എഴുതാം, 5ാമത്തെ ക്വസ്റ്റ്യൻ പിന്നീട് എഴുതാം എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം എഴുതണം. അപ്പോൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ, ഇനി അറിയുന്ന ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, അപ്പോൾ അത് എഴുതണം. അതിൽ എന്തൊക്കെ പോയിന്റ്സ് എഴുതണം എന്ന് ജസ്റ്റ് ഒന്ന് അതെഴുതണം ഓക്കെ ആ കാര്യം അങ്ങനെ ഒന്ന് തലയ്ക്ക് ഒരു വെളിവ് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് നേരത്താണോ പഠിക്കാൻ ഇഷ്ടം ആ സമയം പഠിക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ ഇരുന്ന് പഠിക്കാൻ നല്ല മൂഡുണ്ട്, ആ ഒരു ടൈം നോക്കി തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. മാക്സിമം ഹാൻഡ് റൈറ്റിംഗ് ഒന്ന്
നല്ലതാക്കാൻ നോക്കുക. ആവശ്യമില്ലാതെ വെട്ടുകയും കുറുക്കുകയും ചെയ്യാതിരിക്കുക. ഇനി ഡയഗ്രാംസ് അത്യാവശ്യം വലുതായിട്ട് വരയ്ക്കുക. എന്ന് പറഞ്ഞാൽ പേജ് നിറച്ചും വരച്ച് വയ്ക്കേണ്ട, വരയ്ക്കേണ്ട അളവിൽ പെൻസിൽ ഉപയോഗിച്ച് സമയം ഉണ്ടെങ്കിൽ പെൻസിൽ ഉപയോഗിച്ച് വരച്ചിട്ട് പേനയാണ് അങ്ങനെ വരയ്ക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ പിറത്തൂടെ വരയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത് അങ്ങനെ. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പാണിത്. അതായത് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ അവിടെ വെച്ച് നിങ്ങൾക്ക് ബാക്കി അറിഞ്ഞുകൂടാതാവുകയാണെങ്കിൽ അത് അവിടെ വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് ടെൻഷൻ ആവരുത്. ഇച്ചിരി കഴിഞ്ഞിട്ട് എഴുതാമെന്ന് പറഞ്ഞിട്ട് ഒരു 2-3 എത്ര വരിയാണോ നിങ്ങൾക്ക് ആവശ്യം അത് വിടുക. അതിനുശേഷം അടുത്ത ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുക. നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക, ക്ലാസ്സസൊക്കെ നല്ലോണം കേൾക്കുക, പരിപാടികളെല്ലാം പങ്കെടുക്കുക, അതേപോലെ തന്നെ ക്ലാസ്സും കൊണ്ടുപോകുക ഒരുപോലെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് പറയാനുള്ള എൻ്റെ ടെക്നിക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയും വീഡിയോ എടുത്ത് ചെയ്തിട്ടപ്പോൾ ഒരു ഹാർട്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്ത്, പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തൊരു ബെല്ലൈക്കൺ ഇല്ലേ അത് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഇതുപോലത്തുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണോ, വല്ല ഹെൽപ്ഫുൾ വീഡിയോസൊക്കെ വേണമെങ്കിൽ അതും കമൻ്റ് ഇട്ടാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇട്ട ഉടനെയൊന്നും ആരും കാണില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ കാണുന്നവർ കമൻ്റ് ഇട്ടിട്ട് പോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.